ഹായ് ഗൈസ്, ഇതാണ് നമ്മുടെ വെജിറ്റബിൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റാണ്. ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ദിനു ഒക്കെ ഇവിടെ ആയിരുന്നു. ഇവിടെ അല്ല, കുറച്ച് അപ്പുറത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. നമുക്ക് നോക്കാം ഇന്ന് ഇവിടുത്തെ സാധനങ്ങൾ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ വരാനായിട്ട്. നമുക്ക് കുറച്ചും കൂടെ ക്യാഷ് കുറവാണ്, നല്ല ഫ്രഷ് ആയിട്ട് എടുത്തിട്ട് പോകാൻ പറ്റും. ഇതിനൊക്കെ ഒരു ഫ്രഷ് ആൾക്കാർ പിടിക്കാത്ത എങ്ങനെ പിടിക്കും. ഇവിടെ എങ്ങനെയാണ് പ്രൈസൊന്നും അറിയത്തില്ല. ഫ്രഷ് സാധനങ്ങളാണ്. ആൾക്കാരെല്ലാം നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. വെജിറ്റബിൾസ്, എല്ലാ തരം പച്ചക്കറിയും ഒരുമാതിരിപ്പെട്ട എല്ലാ ഫ്രൂട്ട്സും നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഫ്രഷ് പച്ചക്കറി. അതെ റാസൽഖോർ വന്നിട്ട് അങ്ങനെ ബൾക്കായിട്ട് എല്ലാവരും റാസൽഖോറാണ് വരുന്നത്. ഇതാണ് ദുബായിയുടെ മെയിൻ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ബൾക്കും എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ്. ഓ തണ്ണിമത്തൻ പറഞ്ഞ മേടിച്ചാൽ നമുക്കൊരു കരിക്ക് കുടിക്കണം ഇവിടെ. പിന്നല്ലേ ഇവിടെ കിട്ടാത്ത ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇല്ല. ഈന്തപ്പഴം ഫ്രഷ് ഈന്തപ്പഴം വാങ്ങിക്കണമെങ്കിൽ നമുക്കിവിടെ വന്നാൽ മതി. നല്ല കിണ്ണം കാച്ചി ഈന്തപ്പഴം കിട്ടും. ഈന്തപ്പഴത്തിൻ്റെ ഒരു കലവറ തന്നെയുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ഈന്തപ്പഴമാണോ അതെല്ലാം ഇവിടെ കിട്ടും. പച്ചയുണ്ട്, പഴുത്തതുണ്ട്. മഞ്ഞ ഇവിടെ ഞാൻ ഇതിന്റെ അപ്പുറത്ത് ഒരു ജോലി അന്വേഷിച്ച് വന്നായിരുന്നു. അപ്പൊ എന്നിട്ട് അങ്ങനെ നടന്നു അതല്ല മാർക്കറ്റ് എന്തിനാ വരുന്നത്, ഇവിടെ എന്തിനാ പോകുന്നത്? ജോലി അന്വേഷിച്ചട്ടെ. പിന്നെ ഇതുവഴി തിരങ്ങി ഇങ്ങനെ വന്നത്. കാരണം ബസ് സ്റ്റോപ്പിൽ പോകണമെങ്കിൽ ഇങ്ങനെ വരണ്ടേ. അപ്പൊ ഇങ്ങനെ വന്ന തണ്ണിമത്തം കണ്ടിട്ട് വാങ്ങിക്കണം എന്ന് തോന്നുന്നു. കാർഡ് എടുക്കത്തില്ല, അതാണ് നമ്മുടെ പ്രശ്നം. കൈ കാശില്ലാത്തവർക്ക് പറ്റില്ല. ഇവിടെ കാശ് മാത്രമേ ഉള്ളൂ. ഇവിടെ ക്യാഷ് കൊടുക്കണം. ഏതാ വണ്ടി? ഇവിടെ ക്യാഷ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് കരിക്ക് പോലും കുടിച്ചില്ല. വെയില് അമ്മേ. എന്താ വീണേ? നല്ല ചൂട്. അപ്പോൾ നമുക്ക് പോവാം. ബ്ലൂം മാർക്കറ്റിലോട്ട് വന്നിരിക്കുകയാണ്. ബ്ലൂം മാർക്കറ്റ് നോക്ക്. ഇത് ഞാൻ നിനക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. അത് അവള് കാണുമ്പോൾ അവൾക്ക് മനസ്സിലാവും. ഇത് ഞാൻ നിനക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇതൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ക്യാരറ്റ്, തക്കാളി എടുത്തോണ്ട് ഓടിയാലോ. ആൾക്കാർ ചീത്ത കൊടുക്കുകയായിരിക്കും ചിലപ്പോൾ അല്ലേ. ക്യാരറ്റ് നമുക്ക് തിന്നാൻ വേണ്ടി വെച്ചിരിക്കും. നമുക്ക് ഈ തക്കാളി എടുത്തോണ്ട് ഓടിയാലോ. കൈതച്ചക്ക ഭയങ്കര വലുതാ. വഴുതനങ്ങ ഗൈസ്. കൈതച്ചക്കയും മുള്ളും. വെജിറ്റബിൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ വേറൊരു ബ്ലൂ മാർക്കറ്റ് എന്ന് പറയുന്ന സെക്ഷനാണ്. നമ്മളിവിടെ നിന്നൊന്നും വാങ്ങിക്കുന്നില്ല, ചുമ്മാ കാണാൻ വന്നതാണ്. അവിടെ ഒരു സീ ഫുഡ് സ്റ്റേഷൻ ഉണ്ട്. സീ ഫുഡ് അല്ല, എന്നത് സാ ഫുഡാണ്. ഞാൻ വിചാരിച്ചു സീ ഫുഡാണ്. സോറി ഗൈസ്, അത് സാ ഫുഡാണ്. ഇതായിരിക്കുന്നു. വെള്ളം കുടിച്ചാലോ? ഇല്ല, പൈസ എടുത്തില്ല. വയറുണ്ട്. കിട്ടുന്ന വാട്ടർമെലൺ കമ്പത്തി വിലയൊക്കെയാണ്. കുറഞ്ഞ പൈസക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മൾ ഇതുവരെ ഇവിടുത്തെ പ്രൈസ് ചോദിച്ചിട്ടില്ല. നമുക്ക് ചോദിച്ചാലോ പ്രൈസ്? അപ്പോൾ ഈ ചോദിക്കാവോ? എന്നിട്ട് ഈ പുള്ളിയുടെ ഞാൻ തണ്ണിമത്തൻ എത്ര ചോദിക്കട്ടെ. പ്രൈസ് കിട്ടുന്ന വാട്ടർമെലൺ kg 250 ഉള്ളത്. അതിന് റേറ്റ് കുറവാട്ടോ. അല്ല, അവിടെ 250 അല്ലല്ലോ kg. നമ്മൾ ചെറിയ പീസ് മേടിക്കുന്നത് 250-350 അല്ലേ. ആ ഒരു ചെറിയ
1 kg കാണത്തില്ലേ? ഒരെണ്ണം എത്ര കാണും? 4-5 കിലോ. 4-5 5-6 കിലോ കാണും. അല്ല, kgയുടെ റേറ്റ് കുറവാ. നമുക്ക് ഗ്രേപ്സ് ചോദിക്കാം. കാർഡില്ല, ഇവിടെ കാർഡ് കാണത്തില്ല ബ്ലൂം മാർക്കറ്റിൽ. ഇത് പച്ചക്കറി. നമുക്ക് ഫ്രൂട്ട്സിൻ്റെ അവിടെ പോയാലോ? എന്നിട്ട് നമുക്ക് വില ചോദിക്കാം. നമുക്ക് മുന്തിരിയുടെ വില ചോദിക്കാം. സ്ട്രോബെറിക്ക് എത്രയാണെന്ന് ചോദിച്ചാലോ? कितने केजी ग्रेप्स? 10 दिरहम. 10 दिरहम से ലിഫ്റ്റാണ് ഇത്. കണ്ടോ, മുട്ടക്കാട്ടൻ ലിഫ്റ്റ്. അയ്യോ, അങ്ങനെ ഞാൻ ബ്ലൂം മാർക്കറ്റ് കാണിച്ചു, വെജിറ്റബിൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് കാണിച്ചു. നമ്മൾ കൂടുതലും വിലയൊന്നും ചോദിച്ചില്ല, കാരണം അറിയില്ല. എന്താ ഇവിടെ കണ്ടോ കണ്ടെയ്നേഴ്സ് കിടക്കുന്ന? ഇതെല്ലാം ഇത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൊണ്ടുപോകാനുള്ള കണ്ടെയ്നേഴ്സ്. ഇതിൻ്റെ ബോഡിയാണ് അവിടെ കിടക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ആ തല ഒന്നവിടെ അറ്റാച്ച് ഉണ്ട്. തല പോകുന്നുണ്ട് ഓൾറെഡി കൂടെ. ഇതത്തെ സാധനം. ഇതെല്ലാം കണ്ടെയ്നേഴ്സ് കിടക്കുന്നത്, അതിൻ്റെ ബോഡി മാത്രം. പിന്നെ ചിലത് തല ഫിറ്റ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അവർ ഏത് വണ്ടിയാണോ ആ വണ്ടിയുടെ തല ഒന്ന് ഫിറ്റായിട്ട് കൊണ്ടുപോകും. ക്യാഷ് എടുത്തിട്ട് വന്നെങ്കിൽ മാത്രമേ ഇവിടെ കയറിയിട്ട് കാര്യമുള്ളൂ. ഓൺലി ക്യാഷ് പർച്ചേസ്.